ഉപയോഗപ്പെടുത്തുന്നത് അത് നമ്മളുടെ ബിസിനസിന്റെ ലാംഗ്വേജ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ആരെപ്പോലെ ഇരിക്കണം? ഒരു ബിസിനസ്സുകാരൻ എന്താണോ ഇതിനെ കൊണ്ട് കാണുന്നത് അതുപോലെ നമ്മൾ ഈ സബ്ജക്റ്റ് നമ്മൾ കാണാൻ പഠിക്കണം. പലപ്പോഴും നമ്മൾ സ്റ്റുഡൻസിനെ പോലെ ഇതിനെ കാണുന്നത് കൊണ്ടാണ്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റിന്റെ പോയിന്റിൽ കാണുന്നതുകൊണ്ടാണ് പല കുട്ടികൾക്കും എന്താകുന്നത്. നമ്മൾ പറയാറില്ലേ, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ മലയാളം ആലോചിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് മഹാ ബോറനായിട്ട് മാറും അല്ലെ? ഞാൻ മലയാളം അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ഇംഗ്ലീഷിന്റെ സ്ട്രക്ചറും മലയാളത്തിന്റെ സ്ട്രക്ചറും കുറച്ച് മാറ്റമുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും മലയാളീസ് എന്താ ചെയ്യാം, എന്താണോ മലയാളം അതന്നെ ഇംഗ്ലീഷ് കിട്ടും. അപ്പോഴാണ് നമ്മൾ ആ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു രസം ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം ഒരു ഇംഗ്ലീഷുകാരന്റെ ചിന്താഗതിയിൽ നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് ഇംഗ്ലീഷ് പോലെ പറയാൻ പറ്റും. അതേപോലെ തന്നെ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബിസിനസ്സുകാരൻ ഇതിനെ എങ്ങനെയാണോ കാണുന്നത്, അക്കൗണ്ടൻസി പറയുന്നുണ്ട് എന്താണ് അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ, എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അത് പറയുന്നത് ഇതൊരു പ്രോസസ്സാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്തിന്റെ പ്രോസസ്സാണ് എന്ന് ചോദിച്ചാൽ ഇത് റെക്കോർഡ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും, സമ്മറൈസ് ചെയ്യും. എന്തിനാ? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആ പ്രോസസ്സിൽ അക്കൗണ്ടിങ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. റെക്കോർഡ് ചെയ്ത സാധനത്തിനെ ക്ലാസിഫൈ ചെയ്യും, പിന്നീട് അത് സമ്മറൈസ് ചെയ്യും. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാ റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. പിന്നെ ഇന്റർപ്രറ്റും ചെയ്യും. സമ്മറൈസ് ചെയ്തതിനു ശേഷം ഇന്നതൊക്കെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അക്കൗണ്ടിങ്. ഇത്രയും അക്കൗണ്ടിങ് ഉള്ളു. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യും, റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ ക്ലാസിഫൈ ചെയ്യും, ക്ലാസിഫൈ ചെയ്തതിനു ശേഷം അതിനെ സമ്മറൈസ് ചെയ്യും, സമ്മറൈസ് ചെയ്തതിനു ശേഷം അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഞാൻ പറയുന്നത് ഓക്കെ ആണോ? ഇനി എന്താണ് നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ നോക്കാം. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് നോക്കിയാല്, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാല് ബിസിനസ്സിൽ നടക്കുന്ന ഒരു ഇവന്റിനെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്നത്, അതായത് സാധനം വിറ്റു, പൈസക്ക് വേണ്ടി ക്യാഷ് സെയിൽ നടത്തി എന്ന് പറയുമ്പോൾ അത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഒരു ഇവന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി ഞാൻ പറയുന്നത്? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നടക്കുന്ന ഒരു ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് എന്നുള്ള കൺസെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് ട്രാൻസാക്ഷൻ പറഞ്ഞു. ഞാൻ ഒരു ട്രാൻസാക്ഷൻ എക്സാമ്പിൾ പറഞ്ഞു, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അത് ഒരു ബിസിനസ് ട്രാൻസാക്ഷന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 ട്രാൻസാക്ഷൻ പറയാൻ പറ്റുമോ? ഇത് ഞാനൊരു കാര്യം ചെയ്യും, നാളെയോ മറ്റന്നാളോ പറ്റുമെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ഒരു ഇതിടും. അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ നിങ്ങളിൽ നിന്ന് ഫിക്സ് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം ഇന്ന് എന്താണെന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതിലിടക്ക് എന്തെങ്കിലും സംശയം അങ്ങനെ വിളിക്കാം. നമ്മൾ എന്തും കൂടി ചെയ്യണം, ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസും കൂടി ചെയ്യണം. നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. നമ്മൾ പറയാറുണ്ട്, അക്കൗണ്ടൻസി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാം ബികോമിനൊക്കെ, ഇന്ദിരാദേവി മാഡത്തിനൊക്കെ ബികോം ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അറിയായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാം എഴുതുമ്പോൾ നമുക്ക് മാഷ് പറയുന്നതൊക്കെ മനസ്സിലാവും. അക്കൗണ്ടൻസിയിൽ മാത്സിലും ഇതേ അവസ്ഥയാണ്. മാത്സ് നമ്മൾ ചെയ്യുമ്പോൾ ഇതല്ല കേന്റെ വില കാണുന്നില്ല, നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ചെയ്യും. പക്ഷേ ഈ സാധനം നമ്മൾ തൊട്ടു നോക്കൂല, പ്രാക്ടീസ് ചെയ്യേയില്ല. ഈ പ്രാക്ടീസ് ചെയ്യാതുകൊണ്ട് അക്കൗണ്ടൻസി ആയാലും മാത്തമാറ്റിക്സ് ആയാലും നമ്മളോട് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ ഇവന്റ്, അത് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിയായിരിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്. പക്ഷെ ഇതെന്താവൂല, ഇതങ്ങ് ഓടൂല അല്ലെ? എങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക്? അക്കൗണ്ടൻസി അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊക്കെ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണ്. മാത്സ് ആയാലും അക്കൗണ്ടിങ് ആയാലും പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇത്
അപ്പൊ ഞാൻ പറഞ്ഞു സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1-2 ബിസിനസ് ട്രാൻസാക്ഷന്റെ എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റും. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, നമ്മളൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. തെറ്റെന്നുള്ള പേടിയൊന്നും വേണ്ട. അശ്വതി മാഡം ധൈര്യമായിട്ട് പറഞ്ഞോ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബൈ ഫർണിച്ചർ പറ്റുമോ? ഫർണിച്ചർ പർച്ചേസ് ഫർണിച്ചർ, ബൈ ഫർണിച്ചർ ഓക്കെ ആണ്. അതായത് ഫർണിച്ചർ നമ്മൾ വാങ്ങി, ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഫർണിച്ചർ വാങ്ങി. ഓക്കെ. ഇനി വേറെ സാലറി പെയ്ഡ്, അതെന്താണ്? സാലറി കൊടുത്തു, അതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് അല്ലെ. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, സാധനം ക്യാഷിന് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മിസ്റ്റർ ശ്രീകുമാറിന് എടുക്കുന്ന സാധനം വാങ്ങി. സോൾഡ് ഗുഡ്സ് ടു അശ്വതി, അശ്വതിക്ക് സാധനം വിറ്റു. പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഇന്ദിരാദേവി മാം. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ്, അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷനെയാണ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. ഈ ട്രാൻസാക്ഷനെ അക്കൗണ്ട് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ ഇതിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ റെക്കോർഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് പരിപാടി. അക്കൗണ്ടൻസിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ കിട്ടിയാൽ അതിനെ റെക്കോർഡ് ചെയ്യണം. എങ്ങനെ റെക്കോർഡ് ചെയ്യണം? ഇതിന്റെ ഡെബിറ്റ് ഏതാണ്, ഇതിന്റെ ക്രെഡിറ്റ് ഏതാണ് എന്ന് നോക്കിയിട്ട് ഇതിനെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഒരു 3 ടൈപ്പ് അക്കൗണ്ടിങ് ആണ് ഉള്ളത്. പിന്നെ അതൊന്ന് ഞാൻ എക്സൽ ഒന്ന് ഷെയർ ചെയ്യാം. ഷെയർ കാണുന്നുണ്ടോ? ഒരു എക്സൽ അല്ലേ കാണുന്നത് അല്ലെ? അതെ അതെ. വേറെ ചെയ്തതില് ഫുൾ സ്ക്രീൻ ആയിട്ട് കാണുന്നുണ്ടോ മേഡം? ഫുൾ സ്ക്രീൻ ആണോ? അതിന്റെ മോൾ ഭാഗം കാണുന്നില്ല സാറേ. ഇത് കാണുന്നില്ല അല്ലെ? ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ കാണുന്നില്ല മേഡം? ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് കാണുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞത് 3 ടൈപ്പ് അക്കൗണ്ട് ആണ്. അക്കൗണ്ട്സ് ഡെബിറ്റ് ക്രെഡിറ്റ് ഫിക്സ് ചെയ്തത് 3
ടൈപ്പിലാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷൻ ആണ് റെക്കോർഡ് ചെയ്യാണ് അക്കൗണ്ടൻസിന്റെ ഡ്യൂട്ടി, ക്ലാസിഫൈ ആണ്, സമ്മറൈസ് ചെയ്യാണ്. അപ്പൊ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ്ങിൽ എന്ത് മനസ്സിലാക്കണം? ഏതാണ് ഡെബിറ്റ്, ഏതാണ് ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആദ്യം പറയുന്ന റൂള് വലിയ തലവേദനയുള്ള കേസൊന്നുമല്ല, ഈസിയാണ്. ആദ്യം റിയൽ അക്കൗണ്ട്സ് ആണ് അക്കൗണ്ട്സ് പറയുന്നത്. റിയൽ അക്കൗണ്ട്സിന്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് റിയൽ അക്കൗണ്ട്സ് പ്രകാരം ഡെബിറ്റ് എന്ന് പറഞ്ഞാല് വാട്ട് കംസ് ഇൻ, ഇതാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണോ നമ്മൾ അടുത്തേക്ക് വരുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? റിയൽ അക്കൗണ്ട് അത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ പിന്നെ ഫർണിച്ചർ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഫർണിച്ചർ നമ്മൾ എടുക്ക വന്നു അല്ലെ, അപ്പൊ പിന്നെ ഫർണിച്ചർ വന്നു എന്ന് പറയുമ്പോൾ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ നമ്മൾ എടുക്ക വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഡെബിറ്റ് എന്ന് പറയുന്നത് വാട്ട് കംസ് ഇൻ എന്നുള്ളതാണ് റിയൽ അക്കൗണ്ടിൽ പറയുന്നത്. ഇനി ക്രെഡിറ്റ് എന്ന് പറയുന്നത് വാട്ട് ഗോസ് ഔട്ട്, നമ്മളെടുക്കുന്ന എന്താണോ പോകുന്നത്, നമ്മളെടുക്കുന്ന എന്താണോ പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് റിയൽ അക്കൗണ്ടിൽ പറയുന്നത്. അപ്പൊ റിയൽ അക്കൗണ്ടിൽ വാട്ട് കംസ് ഇൻ എന്ന് പറയുന്നത് ഡെബിറ്റ് ചെയ്യണം, വാട്ട് ഗോസ് ഔട്ട് എന്നുള്ളതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇത് ക്ലിയർ ആയോ? റിയൽ അക്കൗണ്ട് ക്ലിയർ ആണോ? എന്തൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു അതിനൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ എടുക്കുന്ന പോകുന്നു. സോൾഡ് ഗുഡ്സ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ പോകുന്നു, അപ്പൊ ഫർണിച്ചറിനെ ക്രെഡിറ്റ് ചെയ്യണം. ആ ഫർണിച്ചർ ബുക്ക് ചെയ്യണമെങ്കിൽ ഫർണിച്ചർ നമ്മൾ എടുക്കുന്ന പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്താണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം, എന്താണോ നമ്മൾ എടുക്കുന്ന പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം റിയൽ അക്കൗണ്ട് പ്രകാരം. ക്ലിയർ ആണോ? ക്ലിയറാ സർ. അപ്പൊ ഇതാണ് ഫസ്റ്റ് അക്കൗണ്ട്. ഇനിയുള്ളത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനലിൽ പറയുന്നത് ഓൾ ദ എക്സ്പെൻസസ് ഡെബിറ്റ്, എല്ലാ ചെലവിനെയും ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നോമിനൽ അക്കൗണ്ട് പ്രകാരം എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ക്രെഡിറ്റ് എന്തായിരിക്കും? ഓൾ ദ ഇൻകംസ്, ഓൾ ദ ഇൻകം ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യണം, എല്ലാ എക്സ്പെൻസിനെയും ഡെബിറ്റ് ചെയ്യണം എന്നാണ് നോമിനൽ അക്കൗണ്ട് പ്രകാരം പറയുന്നത്. ക്ലിയർ ആയോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സാലറി എന്താണ്? എക്സ്പെൻസ് ആണ്. റെന്റിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റെന്റ് എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ നോമിനൽ അക്കൗണ്ട് പ്രകാരം അതിനെ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ റെന്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ റെന്റ് എന്താണ്? ഇൻകം ആയി മാറും. റെന്റ് നമ്മൾ എടുക്കുന്നത് കിട്ടി. ഒരു ബിൽഡിംഗ് ഓണറെ സംബന്ധിച്ച് എന്താണ്? റെന്റ് കിട്ടുവാണെങ്കിൽ അത് നോമിനൽ അക്കൗണ്ട് പ്രകാരം എന്താണ്? ഇൻകം ആണ്. ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പം റെന്റ് റിസീവ്ഡ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ എൻട്രി ഇടേണ്ടി വരിക? റെന്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്, റെന്റ് റിസീവ് ചെയ്തു ക്യാഷ് ആയിട്ട്. അപ്പൊ എന്തായിരിക്കും? ഡെബിറ്റും ക്രെഡിറ്റും വരും. തെറ്റാ പ്രശ്നമൊന്നുമില്ല. പറയും. ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ത് വരും? റെന്റ് റിസീവ്ഡ്. റെന്റ് റിസീവ്ഡ് എന്തുകൊണ്ട്? വരുന്നതായത് നമ്മുടെ ഇൻകം ആണത്. ഓക്കെ, പിന്നെ അതിനെ ഡെബിറ്റ് ചെയ്യണം. സാലറി അല്ല, റെന്റ് റിസീവ്ഡ് ഇൻ ക്യാഷ് എന്നാണ് പറഞ്ഞത്. അതായത് ക്യാഷ് ആയിട്ട് റെന്റ് കിട്ടി എന്ന് പറയുന്നു. അപ്പൊ റെന്റിനെ നമ്മൾ ഇൻകം എന്നുള്ള നിലയിൽ നമ്മൾ നോമിനൽ അക്കൗണ്ട് പ്രകാരം എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇനി എന്താ നമ്മുടെ അടുക്ക വരുന്നത്? ക്യാഷ്. അപ്പൊ അത് റിയൽ അക്കൗണ്ട് പ്രകാരം വാട്ട് കംസ് ഇൻ എന്നുള്ള കൺസെപ്റ്റിൽ ക്യാഷ് നമ്മുടെ അടുക്ക വരുമ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. വാട്ട് കംസ് ഇൻ എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം പിന്നെ റിയൽ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. നോമിനൽ അക്കൗണ്ട് പ്രകാരം റെന്റ് ഇൻകം എന്നുള്ള നിലയിൽ റെന്റിന് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്തു. ഇതെല്ലാം ഫിക്സ് ആയിട്ട് വരും കേട്ടോ. നോമിനലും റിയലും ഇനി അടുത്ത് പറയാൻ പോകുന്ന പേഴ്സണലും എല്ലാം ഒരു ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് ചിലപ്പോൾ റിയൽ അക്കൗണ്ട് പ്രകാരമാണെങ്കിൽ ക്രെഡിറ്റ് ചിലപ്പോൾ എന്തായിരിക്കും? നോമിനൽ അക്കൗണ്ട് പ്രകാരമായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണോ? ഇനി സാലറി പെയ്ഡ് ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, അതിന് ഡെബിറ്റ് ചെയ്യണം. ഏത് പ്രകാരം? നോമിനൽ അക്കൗണ്ട് പ്രകാരം. സാലറി പെയ്ഡ് ബൈ ക്യാഷ്, അപ്പൊ സാലറിന് എക്സ്പെൻസ് നോമിനൽ അക്കൗണ്ട് പ്രകാരം ഓൾ ദ എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സാലറിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് കൊണ്ട് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ള ഇത് ക്യാഷ് നമ്മൾ എടുക്കുന്നത് പോകുമ്പോൾ റിയൽ അക്കൗണ്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ?
അശ്വതി മാം ഓക്കെ ആണോ? അല്ല സാർ, അവിടെ ചെറിയൊരു സംശയം. ചോദിച്ചോ. അത് പിന്നെ ഇപ്പൊ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും മിക്സ് ആയിട്ട് വരുമോ? ഫിക്സ് ആയിട്ട് വരും. ഈവൻ എനിക്ക് പറയാൻ പോകുന്ന പേഴ്സണൽ അക്കൗണ്ടും വരും. അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോ നമ്മൾ എൻട്രി ഇടുമ്പോ ഇത് റിയൽ അക്കൗണ്ട് പ്രകാരം മാത്രമേ വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ മിക്സ് ആണ്. ഡെബിറ്റും ക്രെഡിറ്റും എല്ലാം ഫിക്സ് ചെയ്യേണ്ടത് ഏത് റൂള് പ്രകാരമാണ് നമ്മൾ നോക്കണം. ഈ 3 റൂള് പ്രകാരമേ ഡെബിറ്റിനെയും ക്രെഡിറ്റിനും ഒരു ട്രാൻസാക്ഷനിൽ ഡെബിറ്റും ക്രെഡിറ്റും ഫിക്സ് ചെയ്യേണ്ടത് ഈ 3 റൂള് പ്രകാരമാണ്. ഇനി പറയാനുള്ള ഒന്നും കൂടി പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ഈ 3 റൂള് പ്രകാരം നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിൽ ഡെബിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നോമിനൽ പ്രകാരമാണെങ്കിൽ ക്രെഡിറ്റ് ചിലപ്പോൾ റിയൽ അക്കൗണ്ട് പ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് പ്രകാരമായിരിക്കാം. രണ്ടും എല്ലാം മിക്സ് ആയിട്ട് വരും. അപ്പൊ നമ്മളത് ചെയ്യണം. ഇത് 3 പഠിച്ചു വെച്ചാൽ മതി. ഇത് ഈസിയാണ്, സംഭവം ഈസിയാണ്. മാഡം കുറച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആകും. ഇതിലെന്താ യശ്വതി മാഡത്തിന് എന്താ സംശയം വന്നത്? ഞാൻ വിചാരിച്ചത് പിന്നെ ഒന്നിനൊന്ന് മാത്രമേ വരുള്ളൂ എന്ന് വിചാരിച്ചു അല്ലേ? വിചാരിച്ചു. ഓക്കെ, അങ്ങനെയല്ല, എല്ലാം വരും. പിന്നെ അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പേടിക്കൊന്നും വേണ്ട, ഓക്കെ ആകുമത്. ഇന്ദിരാദേവി മാം ഓക്കെ ആണോ? ശ്രീകുമാർ സാർ, ഇന്ദിരാദേവി മാം ഓക്കെ ആണോ? മനസ്സിലായി സാറേ, മനസ്സിലായി. ശ്രീകുമാർ സാറിനോ? ഇനി പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് വളരെ ഈസിയാണ്. ഹു ഈസ് ദ റിസീവർ ഡെബിറ്റ്? ആരാണ് പൈസ വാങ്ങുന്നത് അല്ലെങ്കിൽ ആരാണ് സാധനം സ്വീകരിക്കുന്നത്, അയാളെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഹു ഈസ് ദ റിസീവർ ഡെബിറ്റ്? ഹു ഈസ് ദ റിസീവർ ഡെബിറ്റ്? ഇതിനെ നമ്മൾ മനസ്സിലാക്കണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ ഈ ബാംഗ്ലൂരൊക്കെ ഉണ്ടാകുമ്പോ ഈ വാടക കൊടുക്കുന്ന ആളെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് വാടക വാങ്ങുന്നില്ല, അയാളെ ഞാൻ എപ്പോഴും, ഇപ്പം നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് വാടക വാങ്ങുന്നത്. അപ്പൊ ഞാൻ അയാളെ പിടിച്ചിട്ട് പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് എപ്പോൾ ആക്കും. അപ്പൊ നമ്മുടെ അടുത്ത് ആരെങ്കിലും പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ റിസീവർ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും സ്ഥിരമായിട്ട് വാടക കൊടുക്കുന്ന ആളാണ്. അപ്പം എന്റെ ഷോപ്പിന് വാടക കൊടുക്കുന്ന ആളാണ് അബ്ദുൽ ഖാദർ ആണെങ്കിൽ അബ്ദുൽ ഖാദർ ഡെബിറ്റ് പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നന്നാവും. നമ്മൾ സ്ഥിരമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ വാടകയോ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ പേര് ഓർമ്മിച്ചാൽ മതി. അല്ലാണ്ട് ഇത് ബൈഹാർട്ട് പഠിക്കുമ്പോൾ അപ്പൊ മറ്റവരെന്തായിരിക്കും? ഗിവർ ആരായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ എടുക്കുന്ന സ്ഥിരമായിട്ട് പൈസ വാങ്ങുന്ന ഈ ഡെഫിനിഷൻ പഠിക്കുന്നതിന് പകരം ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ പേഴ്സണൽ അക്കൗണ്ടിൽ ഗിവർ ആണോ പിന്നെ ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിസീവർ ആണോ നോക്കേണ്ടത്. അപ്പൊ റിസീവറെ നമ്മൾ എന്ത് ചെയ്യാം? ഏതും ഒരാളെ പേര് ഞാൻ അന്നേരം ബാംഗ്ലൂരൊക്കെ ഇന്റർവ്യൂ പോകുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ആ ചങ്ങായിനെ റെന്റ് വാങ്ങുന്ന അയാളെ ഞാൻ പേഴ്സണൽ അക്കൗണ്ട് അയാളാണ് ഡെബിറ്റ് ഇതാക്കും. റിസീവർ എന്ന് പറഞ്ഞിട്ട് അയാളെ കണക്ട് ചെയ്ത് കൊടുത്താല് ഹു ഈസ് ദ റിസീവർ എന്നുള്ള കൺസെപ്റ്റിന് പുള്ളിയുടെ പേര് ഓർമ്മിച്ചാൽ മതി. അല്ലാണ്ട് ബൈ ഹാർട്ട് പഠിക്കുന്നതിന് പകരം ഹു ഈസ് ദ റിസീവർ ഡെബിറ്റ്, ഹു ഈസ് ദ ഗിവർ ക്രെഡിറ്റ്. ക്ലിയർ ആണോ? അശ്വതി മാം ക്ലിയർ ആണോ? ആകെ കൺഫ്യൂഷൻ ആയോ? ക്ലിയർ ആയി. അല്ല, കൺഫ്യൂഷൻ ഉണ്ടാവണം, എന്നാലേ നമ്മൾ പഠിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇത് ക്ലിയർ ആയാൽ പിന്നെ ഇത് ഈസിയാണ്. കുറച്ചൊക്കെ കൺഫ്യൂഷനിൽ വരണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കുറച്ച് 1-2 എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ് ഇത് എഴുതുക നോക്കാം. ഞാൻ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് ആദ്യം പറഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് എടുക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളതാണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ. എഴുതിക്കോ, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളതാണ് ഒരു ട്രാൻസാക്ഷൻ എന്ന് വിചാരിക്കും. ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെബിറ്റ് ഏതാണ്, ഇതിന്റെ ക്രെഡിറ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഈ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ള കൺസെപ്റ്റില് നമ്മൾ എന്തിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? എന്തിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ഗുഡ്സ് ആണോ സർ? ഡെബിറ്റ് സോൾഡ് ഗുഡ്സ് ആണ്. ഗുഡ്സ് ബുക്കുമാണ്. ഗുഡ്സ് നമ്മളെ കയ്യിൽ നിന്ന് പോവാണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷിന് വേണ്ടി സാധനം വിറ്റു എന്നാണ് പറയുന്നത്. സാധനം വരുവല്ല ചെയ്ത്, സാധനം നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പൊ എന്തിനു ഡെബിറ്റ് ചെയ്യണം? എന്താണ് വരുന്നത്? സാധനം കൊടുക്കുമ്പോ എന്താണ് വരുന്നത്? ക്യാഷ്. അപ്പൊ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം.
അപ്പൊ ഇങ്ങനെയാണ് അക്കൗണ്ട്സിൽ എഴുതുക. ക്യാഷ് അക്കൗണ്ട് ഇതിങ്ങനെ ഒരു സ്പേസ് ഒക്കെ കൊടുത്ത് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡെബിറ്റ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ എഴുതിക്കോ, ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടുക. എന്നിട്ട് ഒന്ന് രണ്ട് ഡോട്ടൊക്കെ ഇട്ടിട്ട് DR എന്ന് പറഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷിന് എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു? ക്യാഷ് വരുന്നതുകൊണ്ട്. വാട്ട് കംസ് ഇൻ എന്നുള്ള റൂൾ പ്രകാരം ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? ഗുഡ്സിന്. ഗുഡ്സിനെ ക്രെഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യാം. സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്? ഇൻകം ആണ് സെയിൽസ്. ഓക്കെ, നോമിനൽ അക്കൗണ്ട് പ്രകാരം ഇൻകത്തിന് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. സെയിൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇൻകം അല്ലേ? ഇൻകം എന്നുള്ള കൺസെപ്റ്റില് രണ്ട് വിധത്തിൽ ഗുഡ്സ് പോകുന്നത് കൊണ്ട് നമുക്കിപ്പോ റിയൽ അക്കൗണ്ട് പ്രകാരം വാട്ട് ഗോസ് ഔട്ട് എന്ന് പറഞ്ഞാല് സോൾഡ് ഗുഡ്സ് അല്ലെങ്കിൽ സെയിൽസ്, ആ ഒരു റൂള് പ്രകാരം അതിനെ ക്രെഡിറ്റ് ചെയ്യാം. നോമിനൽ അക്കൗണ്ട് പ്രകാരം ഓൾ ദ ഇൻകം ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് പ്രകാരം സെയിൽസ് നമ്മളെ ഇൻകം ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആണോ അശ്വതി മാം? ക്ലിയർ ആയി സാർ. പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് ചെയ്യുമ്പോഴേ അല്ലേ മനസ്സിലാവുള്ളൂ. ചെയ്യുമ്പോഴേ ക്ലിയർ ആവുള്ളൂ. അല്ല, ഈ ട്രാൻസാക്ഷൻ അത് മനസ്സിലായോ? അത് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് വരുന്നത് എന്നുള്ളത്? ക്യാഷ് വരുന്നു. വാട്ട് കംസ് ഇൻ കൊണ്ട് ഡെബിറ്റ് ആയി, സെയിൽസ് പോകുന്നത് കൊണ്ട് ക്രെഡിറ്റ് ആയി. സെയിൽസ് പോകുന്നത് കൊണ്ടും നോമിനൽ അക്കൗണ്ട് പ്രകാരം സെയിൽസ് എന്നുള്ളത് ഇൻകവുമാണ്. സെയിൽസ് ചെയ്യുമ്പോൾ നമ്മളെ സെയിൽസിന് ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ടല്ലോ നോമിനൽ അക്കൗണ്ടില്. അപ്പൊ അതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യാം? രണ്ടും കറക്റ്റ് ആണ്. നോമിനൽ അക്കൗണ്ട് പ്രകാരം സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്, അതായത് ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇനി മാഡം പറഞ്ഞതുപോലെ വാട്ട് ഗോസ് ഔട്ട്, സോൾഡ് ഗുഡ്സ് എന്നുള്ള കൺസെപ്റ്റ് പ്രകാരവും അതിനെന്ത് ചെയ്യാം? നമുക്ക് ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ സർ. ഇന്ദിര മാം, ശ്രീകുമാർ സാർ മനസ്സിലായി സാറേ, മനസ്സിലായി. എനിക്ക് Okay. കുറച്ചൊക്കെ അറിയുന്നത് വലിയ പ്രശ്നമില്ല. ഓക്കെ, ഇനി അനക്കൊന്ന് മാഡം പറഞ്ഞോളൂ. ഇനി പർച്ചേസ്, ഇത് നേരെ ഓപ്പോസിറ്റ്. ഗുഡ്സ് ഫോർ ക്യാഷ് ഏതിനെ ഡെബിറ്റ് ചെയ്യും, ഏതിനെ ക്രെഡിറ്റ് ചെയ്യും? ഇനി എനിക്കൊന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും തോന്നുന്നു. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അല്ലെ ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. രണ്ടും കറക്റ്റ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഇതിങ്ങനെ എഴുതി പഠിക്കുന്നത് നല്ലത്. ഇതാണ് നമ്മളൊരു അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫോർമ എന്ന് പറയുന്നത്. ക്യാഷ് അക്കൗണ്ട് ഇതെന്തുകൊണ്ടാണ് ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തത്? അശ്വതി മാം, എന്തുകൊണ്ടാണ് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തത്? ആർക്കും വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇത് ഗുഡ്സ് വാങ്ങി, അപ്പൊ നമ്മളുടെ കയ്യിൽ ഗുഡ്സ്, നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ്. അശ്വതി മാം ക്ലിയർ ആണോ? അതായത് നമ്മൾ സാധനം വാങ്ങുമ്പോൾ പർച്ചേസ് ഗുഡ്സ് ഇങ്ങോട്ട് വന്നു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡെബിറ്റ് ചെയ്തു. അല്ലെങ്കിൽ പർച്ചേസ് എക്സ്പെൻസ് എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ചെലവാണല്ലോ. ഇപ്പൊ നോമിനൽ അക്കൗണ്ട് പ്രകാരം ഓൾ ദ എക്സ്പെൻസസ് ഷുഡ് ബി ഡെബിറ്റ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് പ്രകാരം ഗുഡ്സ് ഇങ്ങോട്ട് വന്നു, രണ്ടും എന്താണ്? ഡെബിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് കംസ് ഇൻ എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എടുക്കാം. സോറി, പിന്നെ വാട്ട് ഗോസ് ഔട്ട് എന്നുള്ള കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എടുക്കുന്ന ക്യാഷ് പോവാണ്. അങ്ങനെ ആകുമ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആണോ അശ്വതി മാം? മ്യൂട്ടാണ് മാഡം. പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ആലോചിച്ച് വരുന്നേ ഉള്ളൂ. അല്ല, അങ്ങനെ പിന്നെ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ട്രാൻസാക്ഷൻസ് നാളെ ഞാൻ ഇട്ടുതരാം. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അപ്പൊ ക്ലിയർ ആവും. ഓക്കെ, ഇനി മൂന്നാമത് ഇതേപോലെ തന്നെ പറയാം. സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ ശ്രീകുമാർ. അതായത് ഇതില് സാധനം വിറ്റു, ശ്രീകുമാറിന് സാധനം വിറ്റു എന്നാണ് പറയുന്നത്. ഒരു 2 minutes സമയം എടുത്തോ, പ്രശ്നമില്ല. പിന്നെ ഇതിനകത്ത് വേഗം ക്ലിയർ ആകും. ബാക്കിയുള്ളവര് ഒരു 2 minute സമയം എടുത്തോ. സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ ശ്രീകുമാർ ആണ് ട്രാൻസാക്ഷൻ. ശ്രീകുമാറിന് സാധനം വിറ്റു എന്നാണ് പറയുന്നത്.
അപ്പോൾ ആരെ ഡെബിറ്റ് ചെയ്യണം, ആരെ ക്രെഡിറ്റ് ചെയ്യണം, ഏത് റൂള് പ്രകാരം? ശ്രീകുമാറിനെ ഡെബിറ്റ് ചെയ്യണം. ശ്രീകുമാറിനെ അല്ല, ഡെബിറ്റ് ചെയ്യണം. പറഞ്ഞോ, തെറ്റിയ പ്രശ്നമൊന്നുമില്ല. ശ്രീകുമാറിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ വന്നിട്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇവരെ ക്യാഷില് ക്രെഡിറ്റ് ചെയ്യണം അല്ല. ഒരു മിനിറ്റ്. അതെ. ഈ ഒരു സ്റ്റൈൽ തന്നെ എഴുതണേ, കാരണം ക്രെഡിറ്റിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അതാണ് നമ്മളൊരു അക്കൗണ്ടിങ്ങിന്റെ സ്റ്റൈല്. ഓക്കെ, അപ്പൊ ശ്രീകുമാർ സാർ പറയുന്ന ശ്രീകുമാറിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അശ്വതി മാം എഴുതിയോ? സർ ഡെബിറ്റ് ശ്രീകുമാർ. ഡെബിറ്റ് ശ്രീകുമാർ. ശ്രീകുമാർ സാറ് ശ്രീകുമാർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അശ്വതി വേണ്ടി ഇത് ഓക്കെ ആണോ? ഞാനിപ്പോ ശ്രീകുമാറിനെ ഡെബിറ്റ് ചെയ്തു, ശ്രീകുമാർ സാർ ടു ക്യാഷ് എന്നുള്ളതിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഞാൻ അതുപോലെയാണ് എൻട്രി ഇട്ടത്. അത് കറക്റ്റ് ആണോ? ശ്രീകുമാർ സാർ ഡെബിറ്റ്, ശ്രീകുമാർ ഡെബിറ്റും ക്യാഷ് ക്രെഡിറ്റും. ക്യാഷ് ക്രെഡിറ്റ്. ഓക്കെ മാഡം, ശ്രീകുമാർ സാർ എഗ്രി ചെയ്യുന്നു. ഇതിനത് പറയൂ, ക്ലിയർ ആണോ? അതെ സാർ, ക്ലിയർ ആണ്. അയ്യോ, ഇതെങ്ങനെ ക്ലിയർ ആണ് നിങ്ങൾ പറയുന്നേ? ഇവിടെ ക്യാഷ് കൊടുത്തു എവിടെയാ പറഞ്ഞേ? ക്യാഷ് എന്തേ പറയുന്നുള്ളൂ. ശ്രീകുമാർ ഞാൻ സാധനം വിറ്റു ഇതേ പറയുന്നുള്ളൂ. ശ്രീകുമാർ പൈസ തന്നു എവിടെയാ പറഞ്ഞത്? ഇല്ല, ശ്രീകുമാർ സാർ സെയിൽസ്. ക്യാഷ് ഇവിടെ ഒന്നും പറയുന്നില്ല. അതായത് ശ്രീകുമാറിന് ഏത് പ്രകാരം ഡെബിറ്റ് ചെയ്തു? പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം. ഹു ഇസ് ദ റിസീവർ? ശ്രീകുമാർ സാറാണ് ആ സാധനം വാങ്ങിയത്, റിസീവ് ചെയ്തത്. അത് പ്രകാരം ശ്രീകുമാർ സാറിന് ഡെബിറ്റ് ചെയ്തു പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം. ഓക്കെ, ഇവിടെ ഒന്നും പറയുന്നില്ല. എന്ത് പറയുന്നില്ല? ക്യാഷ് കൊടുക്കുന്നോ വാങ്ങിയെന്നോ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഈവൻ ക്യാഷ് കൊടുത്താലും ക്യാഷ് ഒരിക്കലും ക്രെഡിറ്റ് ചെയ്യില്ല. സാധനം വിൽക്കുമ്പോ നമുക്ക് ക്യാഷ് കിട്ടൂല, ചെയ്യാം ക്യാഷ് കൊടുക്കുമല്ലോ ചെയ്യാം. അപ്പൊ ക്യാഷിന് എങ്ങനെ ക്രെഡിറ്റ് ആവുക? എന്താ പറയുന്നത്? സെയിലാണ് ചെയ്തത്. സെയിൽ എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻകം നോമിനൽ അക്കൗണ്ട് പ്രകാരം ക്രെഡിറ്റ് ആണ്. അപ്പൊ ഇവിടെ കൊടുക്കേണ്ടത് ശ്രീകുമാർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്ലിയർ ആയോ? ഇവിടെ എവിടെയും ക്യാഷ് കിട്ടിയെന്നോ കൊടുത്തെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീകുമാർ സാറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്? പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം. ഹു ഈസ് ദ റിസീവർ? ആ സാധനം സ്വീകരിക്കുന്ന ആരാണ്? ശ്രീകുമാർ സാറാണ്. അതുകൊണ്ട് ശ്രീകുമാർ സാറിനെ ഡെബിറ്റ് ചെയ്തു. അത് ക്ലിയർ ആണ്. ഇങ്ങനൊക്കെ തെറ്റൊക്കെ വരണം കേട്ടോ. എല്ലാം ശരിയായി പറഞ്ഞിട്ട് പഠിക്കുന്നതിന് കാര്യമില്ലല്ലോ. പിന്നെ ക്യാഷ്, ഇവിടെ ഒരു ക്യാഷ് ഒരിക്കലും ക്രെഡിറ്റ് വരൂലേ ട്രാൻസാക്ഷൻ. എന്തുകൊണ്ടാ? നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കൊണ്ടൊക്കെ കിട്ടൂല്ലേ ചെയ്യാം. നമ്മൾ വൺ ഗോസ് ഔട്ട് ഇല്ലല്ലോ ഇവിടെ. പർച്ചേസ് അല്ലേ ഗോസ് ഔട്ട് ഉള്ളൂ ക്യാഷ്. ഇവിടെ നമുക്ക് സെയിൽസ് എന്ന് പറയുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. ഏത് റൂള് പ്രകാരം? നോമിനൽ അക്കൗണ്ട് പ്രകാരം. ഇൻകം ഷുഡ് ബി ക്രെഡിറ്റ് എന്ന് പറയുന്ന റൂള് പ്രകാരം നമ്മൾ സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ ശ്രീകുമാർ സാറേ? ഒന്നുകൂടി സാറേ. അതായത് ഇതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, ശ്രീകുമാർ സാറിന് ഞാൻ സാധനം വിറ്റു എന്നേ പറയുന്നുള്ളൂ. ശ്രീകുമാർ സാർ പൈസ തന്നു എന്നും പറയുന്നില്ല. ശ്രീകുമാർ സാർ പൈസ തന്നില്ല. അതൊരു ശ്രീകുമാർ സാറിന്റെ റെഗുലർ കസ്റ്റമർ ആയിരിക്കും. അവിടെ ശ്രീകുമാർ സാർ മാസം പിന്നെ പറ്റൊക്കെ ഇടുന്ന ആളാണെങ്കിൽ ഞാൻ ശ്രീകുമാർ സാറിന് സാധനം വിറ്റു ഞാൻ പറയുന്നുള്ളൂ. ശ്രീകുമാർ സാറിന് ഞാനൊരു സാധനം വിൽക്കുമ്പോ ശ്രീകുമാർ സാർ റിസീവറാണ് ആ സാധനം വാങ്ങുന്നത്. ഓക്കെ, അപ്പൊ റിസീവർ നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ഹു ഈസ് ദ റിസീവറിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ശ്രീകുമാർ സാറിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു. എന്തുകൊണ്ട്? ശ്രീകുമാർ സാറാണ് അങ്ങനെ സാധനം വാങ്ങിയത്. ഹു ഈസ് ദ റിസീവർ? ഡെബിറ്റ്. ഓക്കെ, ഇനി ക്രെഡിറ്റ് എന്ന് പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്താണ്? ഇൻകമാണ്. ഓക്കെ, അപ്പൊ ആ ഇൻകത്തിന്, സെയിൽസ് എന്ന് പറയുന്ന അതിന്റെ ഇൻകത്തിന് നോമിനൽ അക്കൗണ്ട് പ്രകാരം ഞാൻ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ?
ഓക്കെ ഓക്കെ. ഇവിടെ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇനി സപ്പോസ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ശ്രീകുമാർ, അതായത് ഇവിടെ നമ്മൾ സെയിൽസ് ചെയ്തു, സെയിൽസ് ചെയ്തപ്പോൾ നമ്മൾ പൈസ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നു ക്യാഷ് സെയിൽ ചെയ്തല്ലോ, ക്യാഷ് റിസീവ് ചെയ്തു ശ്രീകുമാറിന്റെ അടുത്ത്. ക്യാഷ് റിസീവ്ഡ് ഫ്രം സാറ് ശ്രീകുമാർ. സംശയം ചോദിച്ചോട്ടെ സാറേ? പറയൂ. ഇപ്പോ നമ്മളൊരു സാധനം മേടിച്ചു, ബട്ട് വന്നിട്ട് ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിന് എപ്പോഴേ കൊടുക്കുമ്പോഴല്ലേ ഡെബിറ്റ് ചെയ്യാൻ പാടുള്ളൂ ശ്രീകുമാറിന്റെ അക്കൗണ്ടിൽ നിന്ന്? അല്ല, ഞാൻ സാറേ ഈ ഒരു ട്രാൻസാക്ഷൻ കൂടി നോക്ക്, ഇതിനകത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. അതായത് പിന്നെ ക്യാഷ് ശ്രീകുമാറിന്റെ അടുത്ത് വാങ്ങി എന്നാണ് പറയുന്നത്. അതായത് ആദ്യം ശ്രീകുമാറിന് വിറ്റു എന്ന് പറയുമ്പോൾ ശ്രീകുമാർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞു. അതായത് ശ്രീകുമാർ ഹു ഈസ് ദ റിസീവർ എന്നുള്ള കണക്കിൽ ശ്രീകുമാറിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു. എന്റെ ഇൻകം എന്നുള്ള നിലയിൽ ഞാൻ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. അത് ക്ലിയർ ആണല്ലോ. ഇനി ഒരു 500 രൂപയാണെന്ന് വിചാരിക്കുന്നത്. ഈ സാധനം ഒരു 500 രൂപയുടെ സാധനമാണ് ശ്രീകുമാർ സാർ എന്റെ അടുത്ത് വാങ്ങിയത്. ഓക്കെ, അപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. 500 രൂപ ഞാൻ എൻട്രി ഇട്ടു. പൈസ തന്നിട്ടില്ല, പുള്ളി പൈസ തന്നിട്ടില്ല. എന്റെ സെയിൽസ് ശ്രീകുമാർ തരാനുണ്ട്. ഇനി നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ പിന്നെ സൺട്രി ഡെറ്റേഴ്സ് എന്നൊക്കെ പറയും. അത് നമുക്ക് ഇപ്പൊ നോക്കണ്ട, അത് കൺഫ്യൂഷൻ ആകും. പിന്നെ ശ്രീകുമാർ എന്നുള്ളത് സൺട്രി ഡെറ്റേഴ്സ് ആണ്, കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ വിടും. അപ്പൊ ശ്രീകുമാറിന് ഞാൻ സാധനം വിറ്റു, ശ്രീകുമാർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ശ്രീകുമാർ ക്യാഷ് തന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ശ്രീകുമാറിന് സാധനം വിറ്റു സെയിൽസ് ആയിട്ട്. ഓക്കെ, ഇനി ഈ ശ്രീകുമാർ 500 രൂപ എനിക്ക് തരുന്നു. സാധനം വാങ്ങിയ പൈസ ഉണ്ടല്ലോ, അത് എനിക്ക് തരും. ക്യാഷ് റിസീവ്ഡ് ഫ്രം ശ്രീകുമാർ ₹500. അപ്പൊ എന്താ ശ്രീകുമാർ ഡെബിറ്റ്. എന്തിനാ ശ്രീകുമാറിനെ ഡെബിറ്റ് ചെയ്യുന്നത്? receiver. ശ്രീകുമാർ റിസീവർ അല്ല, ശ്രീകുമാർ ഇപ്പൊ ഗിവറാണ്. ശ്രീകുമാർ പൈസ തരുവാണ് ചെയ്യുന്നത്. നേരത്തെ പൈസ തരുന്ന ആൾ എന്ത് ചെയ്യണം? ഹു ഈസ് ദ ഗിവർ, ക്രെഡിറ്റ് ചെയ്യണം. ശ്രീകുമാർ ഇപ്പൊ പൈസ തരുവല്ലേ ഇത്. ശ്രീകുമാർ റിസീവർ അല്ല. അതായത് അശ്വതി മാഡത്തിന്റെ അടുക്കുന്ന ഞാൻ കുറച്ച് സാധനം വാങ്ങി, അല്ലെങ്കിൽ ശ്രീകുമാർ സാർ സാധനം വാങ്ങി. ആ സമയത്ത് ശ്രീകുമാർ സാർ പൈസ തന്നില്ല. അപ്പൊ ശ്രീകുമാർ സാർ റിസീവർ ആയതുകൊണ്ട് നേരത്തെ ശ്രീകുമാർ സാറിനെ ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്ന് പറയുന്ന ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ പിറ്റേന്ന് ശ്രീകുമാർ സാർ വന്നിട്ട് പൈസ തരുന്നു. പൈസ തരുമ്പോ ശ്രീകുമാർ സാർ ഗിവർ അല്ലേ, റിസീവർ അല്ലല്ലോ. ഗിവർ നമ്മൾ ഡെബിറ്റ് ചെയ്യാനാണോ പഠിച്ചത്? പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ഗിവർ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇതിന്റെ ട്രാൻസാക്ഷൻ ഒന്ന് നോക്കൂ. എന്തിനെ ഡെബിറ്റ് ചെയ്യണം? ഇത് കുറച്ച് കൺഫ്യൂഷൻ തന്നെയാണ്. പക്ഷെ ഇതൊന്ന് ലെവലായാലും അക്കൗണ്ടൻസി പഠിക്കാൻ ഇതൊന്ന് ലെവലായാൽ മതി. ഇത് ലെവലായിട്ട് പിന്നെ അസറ്റും ലാബിലിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൽ അക്കൗണ്ടൻസി തീർന്നു. അത്രേ ഉള്ളൂ. ഈ സിമ്പിൾ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിനെന്തിടും? തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ശ്രീകുമാർ സാർ ആർക്കാർക്കും പറയാം ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്താണ്. തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. തെറ്റിയിട്ടേ നമ്മളിത് പഠിക്കും. നമ്മളെല്ലാം ശരിയാവാൻ നിന്നാലും ഇത് പഠിക്കൂല. ഇതിലെന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ശ്രീകുമാർ സാറിന്റെ ക്വസ്റ്റ്യനിന് ആൻസർ പറയാം. കാരണം ചിലപ്പോൾ ഇത് കൂടി കഴിഞ്ഞാൽ ഇനി ക്ലാരിറ്റി കിട്ടുവാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. എന്തായിരിക്കും ഇത് ഡെബിറ്റ്, എന്തായിരിക്കും ക്രെഡിറ്റ്? ശ്രീകുമാർ സാർ ഗിവർ ആയതുകൊണ്ട് ക്രെഡിറ്റ്. ഓക്കെ, ഏതിനെ ഡെബിറ്റ് ചെയ്യും? അപ്പൊ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അശ്വതി മാഡം പറയുന്നത് പ്രകാരം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഇതാണ് ഞാൻ മാഡം പറഞ്ഞതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 500 ടു ശ്രീകുമാർ അല്ലെ? അങ്ങനെയല്ല മാഡം പറഞ്ഞത്? ശ്രീകുമാറിനെ ക്രെഡിറ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ, ടു ശ്രീകുമാർ 500. അപ്പൊ ഇങ്ങനെയാണ് മാഡം പറയുന്നത്. ഇത് ശ്രീകുമാർ സാർ ഇത് ഓക്കെ ആണോ? സാറേ അതെ, ഇത് ക്ലിയർ ആണ്? അഗ്രി ചെയ്യുന്നു? അഗ്രി ചെയ്യുന്നു. ഓക്കെ, എന്തുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു? ഡെബിറ്റ് ആയിട്ട് കംസ് ഇൻ, ക്യാഷ് വന്നു. ക്യാഷ് വന്നു. ഓക്കെ, എന്തുകൊണ്ട് ശ്രീകുമാർ സാറിനെ ക്രെഡിറ്റ് ചെയ്യുന്നു? ശ്രീകുമാർ സാറിന്റെ കയ്യിൽ നിന്ന് പോയി. ഇറ്റ് വാസ് ഗോസ് ഔട്ട്. ശ്രീകുമാർ സാറിൽ നിന്ന് പോയി എന്നല്ല പറയേണ്ടത്, ഗിവർ. അത് നമ്മൾ അറിയണ്ടല്ലോ. അത് ശ്രീകുമാർ സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് നമ്മൾ അറിയണ്ട. നമ്മൾ ചെയ്യുന്ന നമ്മളെ ബുക്കല്ലേ. ശ്രീകുമാർ സാറിൽ നിന്ന് പോയി എന്നുള്ളല്ല, ഈസ് ദ ഗിവർ. ഗിവറെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം. പുള്ളിയാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഈസ് ദ ശ്രീകുമാർ സാർ ആരാണ്? ഗിവർ ആണ്. അപ്പൊ ഗിവറെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അല്ലാണ്ട് ശ്രീകുമാർ സാറിൽ നിന്ന് പോയി എന്നുള്ള കൺസെപ്റ്റ് അല്ല. അത് ശ്രീകുമാർ സാറിന്റെ ബുക്കിലാണ് ഇടേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്.
നമ്മൾ ഏത് പോയിന്റിലാണ് കാണേണ്ടത്? പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ഹിസ് ദ ഗിവർ, അതുകൊണ്ട് പുള്ളിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ശ്രീകുമാർ സാറേ, പിന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇത് ഓക്കെ ആയിരുന്നോ, അല്ലെങ്കിൽ ഈ ഇത് കിട്ടപ്പോ ക്ലിയർ ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ ആ ഡൗട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ശ്രീകുമാർ സാർ എന്താ ചോദിച്ചിരുന്നില്ല നേരത്തെ? എനിക്ക് മനസ്സിലായില്ല സാർ. ഈ ട്രാൻസാക്ഷൻ ക്ലിയർ ആണോ? ഇല്ല, ഇത് മനസ്സിലായില്ല എനിക്ക് രണ്ടും. അതായത് പിന്നെ ആദ്യം പറഞ്ഞത് സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ ശ്രീകുമാർ എന്നാണ് പറഞ്ഞത്. അതെ, അതിന്റെ അർത്ഥം എന്താണ്? ശ്രീകുമാർ സാറ്, ഇപ്പൊ ഞാനൊരു എന്റെ ബൈജു അസോസിയേറ്റ്സ് എന്നുള്ളൊരു കമ്പനിയാണെന്ന് വിചാരിക്കും. അപ്പൊ ഞാനിപ്പോ ഒരു സിമെന്റ് എല്ലാം വിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കും. അപ്പൊ ശ്രീകുമാർ സാറ് വരുന്നു, എന്നോട് പറയുന്നു ഒരു 100 ചാക്ക് സിമെന്റ് വേണം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ 100 ചാക്ക് സിമെന്റ് ശ്രീകുമാർ സാറിന് വിൽക്കുന്നു. ഓക്കെ, പൈസ തരുന്നില്ല. ശ്രീകുമാർ സാറ് പറയുന്നു ഞാൻ പിന്നെ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പൊ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതായത് സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ ശ്രീകുമാർ. ഇതാണ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇവിടെ എന്തേ നടന്നിട്ടുള്ളൂ? ശ്രീകുമാർ സാറ് എന്റെ ഷോപ്പിൽ വന്നിട്ട് സാധനം വാങ്ങിക്കൊണ്ടുപോയി. ഇതേ അറിയുള്ളൂ നമുക്ക്, വേറെ ഒന്നും അറിയാം. ഈ ഒരു ട്രാൻസാക്ഷനാണ് നമ്മൾ ഇന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, എന്നെ സംബന്ധിച്ച് സെയിൽസ് എന്ന് പറയുന്നത് എന്റെ ഒരു ഇൻകം ആണ്. ഓക്കെ, ഇൻകത്തിന് ഞാൻ എന്ത് ചെയ്യണം? സെയിൽസ് എന്റെ ഇൻകം ആയതുകൊണ്ട് ഞാൻ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ ഈ ടു സെയിൽസ് എന്നുള്ള എൻട്രി ഇട്ടത്. എന്തുകൊണ്ട്? നോമിനൽ അക്കൗണ്ട് പ്രകാരം ഇൻകത്തിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് എന്റെ ഇൻകം ആയതുകൊണ്ട് ഞാൻ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഹു ഈസ് ദ റിസീവർ, അതായത് പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം റിസീവർ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇവിടെ ആരാണ് റിസീവർ? ശ്രീകുമാർ സാറാണ് റിസീവർ. അപ്പൊ ശ്രീകുമാർ സാറ് റിസീവർ ആയതുകൊണ്ട് ഞാൻ ശ്രീകുമാർ സാറിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി പിന്നെ എന്റെ സെയിൽസ് എന്റെ ഇൻകം ആയതുകൊണ്ട് ഞാൻ ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ട് പോയാൽ മതി. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്. കാരണം നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ വലിയ സാധനം ഒന്നും പഠിക്കാൻ പോകുന്നില്ല. നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള ബേസിക് നമ്മളൊരു സംഭവം കണ്ടാൽ മനസ്സിലാണ്, അതേ ഉള്ളൂ ഇതിന്റെ ഒരു പോയിന്റിൽ. അപ്പൊ ഇതാണ് ബേസിക്സ്. ഡെബിറ്റ് ക്രെഡിറ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം. ഇനി രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം സിമെന്റ് വാങ്ങിക്കൊണ്ടുപോയ ശ്രീകുമാർ സാറില്ലേ, നാളെ വന്ന് പൈസ തരും. നാളെ വന്നിട്ട്, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ശ്രീകുമാർ, അതാണ് ഒരു ട്രാൻസാക്ഷൻ. ഓക്കെ, നാളെ വന്നിട്ട് ആ പൈസ തരുന്നു. ആ പൈസ തരുക എന്ന് പറയുമ്പോൾ ക്യാഷ് കംസ്, വാട്ട് കംസ് ഇൻ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് റിയൽ അക്കൗണ്ട് പ്രകാരം. അപ്പൊ ക്യാഷ് ആണ് വരുന്നത്. ഓക്കെ, ക്യാഷിനെ ഞാൻ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഹു ഈസ് ദ ഗിവർ? ഹു ഈസ് ദ ഗിവർ? പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ആരാർക്ക് പൈസ തരുന്നത്? ശ്രീകുമാറാണ് പൈസ തരുന്നത്. അപ്പൊ ശ്രീകുമാറിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഫൈൻ സർ. ഓക്കെ. അപ്പൊ ക്യാഷ് റിസീവ്ഡ് ഫ്രം ശ്രീകുമാർ എന്നുള്ളത് ഇത് ഓക്കെ ആണോ? ഇനി മനസ്സിലാവാനുണ്ടോ ഇത്? ഇനി സാലറി പെയ്ഡ് ബൈ ക്യാഷ്, എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം? അക്കൗണ്ടൻസി ക്ലാസ് എടുക്കുമ്പോൾ സമയം പോകുന്നേ അറിയുന്നില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് സാധനം. ഓക്കെ, ചില ക്ലാസ് എടുക്കുമ്പോഴേക്കും സമയം നോക്കും, പക്ഷെ ഇത് നോക്കുമ്പോ സമയം പോകുന്നേ അറിയില്ല. അപ്പൊ സാലറി പെയ്ഡ് ബൈ ക്യാഷ്, അതായത് ശമ്പളം ക്യാഷ് ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലെ? സാലറി പെയ്ഡ് ബൈ ക്യാഷ്. അപ്പൊ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? സാലറി ഡെബിറ്റ് ചെയ്യണം. സാലറിനെ ഡെബിറ്റ് ചെയ്യണം. എന്തുകൊണ്ട് സാലറിനെ ഡെബിറ്റ് ചെയ്യണം? അത് പറയണം. എന്തുകൊണ്ട് സാലറിനെ ഡെബിറ്റ് ചെയ്യണം? എന്തിനാണ് സാലറിനെ ഡെബിറ്റ് ചെയ്യുന്നത്? ഓൾ ദി എക്സ്പെൻസസ് ഷുഡ് ബി ഡെബിറ്റ് എന്നല്ലേ പറഞ്ഞത് അല്ലെ? നോമിനൽ അക്കൗണ്ട് പ്രകാരം ചെലവിനൊക്കെ ഡെബിറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലെ അശ്വതി മാം? ചെലവിനെ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ നോമിനൽ അക്കൗണ്ട് പ്രകാരം? സാലറി എന്ന് പറയുന്നത് ഒരു കമ്പനീനെ ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു ബിസിനസ്സുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അക്കൗണ്ടൻസിനെ കാണണം എന്നാ പറഞ്ഞത് അല്ലെ? ഇപ്പൊ ബിസിനസ്സുകാരനെ സംബന്ധിച്ച് സാലറി എന്താണ്? ചെലവാണ്. നമ്മളെ സംബന്ധിച്ച് സാലറി ഇൻകം ആണ്, അതല്ല നോക്കേണ്ടത്. ബിസിനസ്സുകാരനെ സംബന്ധിച്ച് സാലറി എന്താണ്? അതാ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞത്, ബിസിനസിന്റെ പോയിന്റിൽ നമ്മളിതിനെ കാണണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ബിസിനസിന്റെ പോയിന്റിൽ സാലറി എന്ന് പറയുന്നത് എന്താണ്? ചെലവാണ്. ക്ലിയർ ആയോ? അപ്പൊ
സാലറി അക്കൗണ്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ സാലറിനെ ചെലവായതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഇത് ക്ലിയർ ആയിട്ട് മാത്രം ഓക്കെ പറഞ്ഞാൽ മതി. അല്ലാണ്ട് വെറുതെ ഇയാൾ പറയുന്നുണ്ടല്ലോ അതിനെ നിങ്ങളുടെ ഈ 3 റൂള് പ്രകാരം നിങ്ങൾ കൺവിൻസ് ആണ് ഇതിനെ ഡെബിറ്റ് ചെയ്തെന്നുള്ളത് ഓക്കെ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അല്ലാണ്ട് ചങ്ങായി ഇതെല്ലാം പറയുന്നുണ്ട് ഓക്കെ സാലറി ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ്, ആ പോയിന്റിൽ ഡെബിറ്റ് പറയണ്ട. ഇത് നിങ്ങൾ ഓക്കെ ആണോ, സാലറിനെ ഞാൻ ഡെബിറ്റ് ആണ് എന്ന് പറയുന്നത് ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിലും പറയാം. ശ്രീകുമാർ സാറെ മനസ്സിലായില്ല, ഞാൻ സാലറിനെ ഡെബിറ്റ് ചെയ്ത പോയിന്റ് ഓക്കെ ആണോ? അത് മനസ്സിലായി സാറേ. ഇന്നലെ ക്ലിയർ ആണല്ലോ സാലറി എന്തുകൊണ്ട് ഞാൻ ഡെബിറ്റ് ചെയ്തു എന്നുള്ളത്. ക്ലിയർ ആയി സാറേ. ഓക്കെ ഓക്കെ. ഇനി സാലറി അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്നുള്ളത് ക്യാഷിന് എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു? വാട്ട് ഗോസ് ഔട്ട് അല്ലെ, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു, അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു. അക്കൗണ്ടിങ് ഒരു ബിസിനസ്സുകാരന്റെ ലാംഗ്വേജ് ആണ്, ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ എപ്പോഴും ഒരു ബിസിനസ്സുകാരന്റെ പോയിന്റിൽ ചിന്തിക്കണം. അയാൾ ആ ലെവലിലാണ് നമ്മളിത് കാണേണ്ടത്. പിന്നെ അത് 3 റൂള് പ്രകാരമാണ്. അതായത് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. ഇതാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഏതിനാ? ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ ബിസിനസ് ട്രാൻസാക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടൻസി എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഏതാണ് ഡെബിറ്റ്, ഏതാണ് ക്രെഡിറ്റ് എന്നുള്ള ഓർമ്മ നമുക്ക് വേണം. അപ്പൊ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഫിക്സ് ചെയ്യാൻ പ്രധാനമായിട്ടും എത്ര റൂളാണുള്ളത്? 3 റൂളാണുള്ളത്. 3 അക്കൗണ്ടിങ് നിയമപ്രകാരമാണ് നമ്മൾ ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും ഫിക്സ് ചെയ്തത്. ഒന്ന് റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൽ എന്താണ്? വാട്ട് കംസ് ഇൻ ഡെബിറ്റ് ചെയ്യണം, വാട്ട് ഗോസ് ഔട്ട് ക്രെഡിറ്റ് ചെയ്യണം. നോമിനൽ അക്കൗണ്ടിൽ ഓൾ ദ എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്യണം, ഓൾ ദ ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണം. പേഴ്സണൽ അക്കൗണ്ടിൽ ഹു ഈസ് ദ റിസീവർ ഡെബിറ്റ്, ഹു ഈസ് ദ ഗിവർ ക്രെഡിറ്റ്. ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൽ പിന്നെ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ പറഞ്ഞതിൽ ക്ലാരിറ്റി. ഇനി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് 4 കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടെങ്കിൽ അക്കൗണ്ടൻസി നമുക്ക് പഠിക്കാൻ പറ്റും. അസറ്റ് എന്താണ്, ലാബിലിറ്റി എന്താണ്, എക്സ്പെൻസ് എന്താണ്, ഇൻകം എന്താണ്. ഈ 4 സംഭവം പഠിച്ചാൽ ഇതിനെ നമുക്കൊരു തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഉണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടൻസി പഠിച്ചു. ഓക്കെ, ഇത് അസറ്റാണോ, ചെലവാണോ, വരവാണോ, ആസ്തിയാണോ, ബാധ്യതയാണോ? ഇതിനെ നമുക്ക് ചിലതിനെ നമുക്ക് തോന്നും ഇത് അസറ്റ് ആണെന്ന് തോന്നും, പക്ഷെ അത് ചെലവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആ ഒരു ഡിഫറൻഷിയേറ്റ് നമുക്ക് ക്രമേണ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായാലും നിങ്ങൾ അക്കൗണ്ടൻസി പഠിച്ചു. കാരണം ഞാൻ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികളോടൊക്കെ പറയാറുണ്ട്, ഈ ലെഡ്ജർ ക്രിയേഷൻ ചെയ്യുമ്പോൾ ഈ ലെഡ്ജർ ക്രിയേഷൻ ഇത് ഏത് അണ്ടറിൽ കൊണ്ടുപോകണം എന്നുള്ളത്, അസറ്റിന്റെ അണ്ടറിൽ കൊണ്ടുപോകണോ, എക്സ്പെൻസിന്റെ അണ്ടറിൽ കൊണ്ടുപോകണോ, അത് നമ്മൾ ക്രമേണ പഠിക്കുള്ളൂ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് തോന്നിയാൽ നമുക്ക് ഏത് വലിയ അക്കൗണ്ടിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആ ഒരു തിരിച്ചറിവ്, നമുക്കൊരു ബോധം ഉണ്ടായാൽ മതി. ഇത് നമുക്ക് ആസ്തിയാണോ, അത് കുറെ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ? അങ്ങനെയാണെങ്കിൽ അത് അസറ്റ് ആണ്. അല്ലാണ്ട് ഇത് ഈ ഒരു കൊല്ലത്തിനിടക്ക് തീരെങ്കിൽ അത് എക്സ്പെൻസ് ആണ് ഈ കൊല്ലത്തിന്. ഇനി ഇത് ഇൻകം ആണോ അല്ലെങ്കിൽ അത് ബാധ്യതയാണോ എന്നുള്ളത് പഠിച്ചാല് നമുക്കത് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഒരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുവാണ്, ചില സ്ഥാപനങ്ങളിൽ അക്കൗണ്ട്സ് നോക്കുമ്പോൾ ഏറ്റവും ഭയങ്കര ഹാപ്പി ആണെന്ന് തോന്നുന്നത് വെച്ചാല് ചില കമ്പനികള് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷെ പൈസ ഉണ്ടാവും ഭയങ്കര. ചില കമ്പനിക്ക് ഭയങ്കര ലോസ് ആയിരിക്കും, പക്ഷെ നല്ല ക്യാഷ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നും അല്ലെ? പ്രോഫിറ്റ് ഉള്ള കമ്പനിയിൽ എന്തുണ്ടാകും? നമ്മൾ ചിന്തിക്കും നല്ല ക്യാഷ് ഉണ്ടാവും, പക്ഷെ പ്രോഫിറ്റ് ഉള്ള കമ്പനിയിൽ ക്യാഷ് ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ ചില കമ്പനികൾ നല്ല ലോസിലാണ് ഓടുന്നുണ്ടാവും, പക്ഷെ നല്ല ക്യാഷ് ഉണ്ടാവും.
ഇത് ഒരു വിരോധാഭാസമാണ്, പക്ഷെ ഇതാണ് അക്കൗണ്ടിങ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അക്കൗണ്ടൻസി ഒരു ഒരു ഇൻട്രസ്റ്റിംഗ്. നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ അക്കൗണ്ടൻസി 4th ഗ്രൂപ്പ് ആയിരുന്നു. ഇപ്പൊ പിന്നെ ഇതൊക്കെ ആയതുകൊണ്ട് ഗ്രൂപ്പിൽ. അപ്പൊ ഈ 4th ഗ്രൂപ്പിൽ പഠിക്കുമ്പോൾ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പും കിട്ടിയില്ല, സെക്കൻഡ് ഗ്രൂപ്പും കിട്ടിയില്ല, തേർഡും കിട്ടിയില്ല അല്ലേ? അതാണ് ചോദ്യം. ഫസ്റ്റ് ഓക്കെ പോയി, സെക്കൻഡും പോയി, തേർഡും പോയി കിട്ടിയില്ല അല്ലെ? ഫോർത്തിലാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് 4th ആ ഗ്രൂപ്പിനെ കൊമേഴ്സിന് ഇട്ടത് അതൊരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആയതുകൊണ്ട്. അല്ലാണ്ട് അതിനെ സയൻസ് ആയിട്ടോ മാത്സ് ആയിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുമായിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ അത് ചീപ്പായത് കൊണ്ടല്ല അതിനെ 4th ഇട്ടത്. ഇതൊരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനെ 4th കൊണ്ടിട്ടേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ചിട്ട് നമ്മളെ ഈ കേരളത്തിലൊക്കെ ഈ കൊമേഴ്സിന് അത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാണ്ടുള്ളൂ. അതായത് ആരും പോവാനുള്ളൂ ഫസ്റ്റും സെക്കൻഡും ഒക്കെ നോക്കി ലാസ്റ്റില്. പക്ഷെ ബാംഗ്ലൂര്, ഹൈദരാബാദ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ കൊമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള സാധനമാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളോടൊക്കെ പറയാറുണ്ട്, ഇത് നിങ്ങളൊരു ടൈലറിങ് ജോലിയൊക്കെ പഠിക്കുന്നത് പോലെ ഇതൊരു നമ്മളുടെ ഒരു ഇതാണ്. നമുക്ക് വീട്ടിലിരുന്നിട്ടും എന്ത് ചെയ്യാം, ഇതിനെ ചെയ്യാം. നമ്മളുടെ ഒരു അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈഫിൽ എടുത്ത നല്ലൊരു ഡിസിഷനാണ് അക്കൗണ്ടിങ് പഠിക്കുക എന്നുള്ളത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഒന്നും ഓഫീസിൽ ഇരിക്കണമെന്നില്ല, നമുക്ക് മറ്റുള്ള പരിപാടികളും ചെയ്യാം, ട്രെയിനിങ്ങുകൾ എടുക്കാം. പക്ഷെ എന്നാലും നമുക്ക് വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഈ ഒരു സബ്ജക്ട്, കാരണം നമുക്കൊരു ഓഫീസ് വേണമെന്നൊന്നുമില്ല. വീട്ടിലൊരു ലാപ്ടോപ്പും, പണ്ട് നമ്മളെ ബികോം കഴിഞ്ഞപ്പോൾ നമ്മുടെ മാഷ് പറഞ്ഞതുപോലെ ഒരു പേന ഉണ്ടെങ്കിലും ഒരു അക്കൗണ്ടുകാരൻ ജീവിക്കും. അന്ന് 2001 കമ്പ്യൂട്ടർ ഇത്രയും വന്നിട്ടില്ല. പക്ഷെ ഇന്നൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഒരു അക്കൗണ്ടന്റിന് ജീവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ സബ്ജക്റ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രധാനമായിട്ടും ആ 3 റൂൾ ഒന്ന് എഴുതിയിട്ട് തന്നെ പഠിക്കും. വായിച്ചു പഠിക്കരുത്. വായിച്ചു പഠിച്ചാൽ നിങ്ങൾ മറന്നുപോകും. അത് എഴുതിയിട്ട് തന്നെ പഠിക്കുക. പിന്നെയുള്ള എക്സാമ്പിളൊക്കെ ഒന്ന് ഈ ഞാൻ ചെയ്ത ആൻസർ നോക്കാണ്ട് ഒന്ന് ഇത് ഫ്രീ ആയിട്ടൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. നാളെയോ അല്ലെങ്കിൽ മൺഡേ മോർണിംഗോ ഞാൻ എന്ത് ചെയ്യാം, ഈ ഗ്രൂപ്പിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. കാരണം പുസ്തകം ഓഫീസിലെ ഉള്ളത്, അതുകൊണ്ടാണ് അക്കൗണ്ടിങ്ങിന്റെ ബുക്കിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാന്ന് കരുതിയിട്ടാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് കുറച്ചുണ്ടാവും. ഇതെങ്കിലും ഞാൻ നാളെ ഇടാം അല്ലെങ്കിൽ മൺഡേ ഇടാം. ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യണം. തെറ്റിയ പ്രോബ്ലം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അക്കൗണ്ടൻസി വായിച്ചു പഠിക്കരുത്, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ക്ലിയർ ആണോ? ക്ലിയറാ സർ. ഓക്കെ. അപ്പോ ഗുഡ് നൈറ്റ്. ഞാൻ റെക്കോർഡ് അയച്ചു തരാം, ഒന്നും കൂടി നോക്കുക. ഗ്രൂപ്പിൽ ഞാൻ റെക്കോർഡ് ഇടാം. അപ്പോ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. Thanks.